എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ പരാമർശിക്കപ്പെട്ട 570 അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ പരാമർശിക്കപ്പെട്ട 570 അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന കേരളത്തിലെ ഗ്രാമം. ആൻസർ ഓപ്ഷൻ എ, പെരിങ്ങോട്ടുകര ഗ്രാമം. പെരിങ്ങോട്ടുകര ഗ്രാമമാണ്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിൽ പരാമർശിക്കപ്പെട്ട 570 അപൂർവ നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്ന കേരളത്തിലെ ഗ്രാമം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രഹാർ. പ്രഹാറാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ വിരുദ്ധ നയത്തിന് നൽകിയിരിക്കുന്ന പേര്. രാത്രിയിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? രാത്രിയിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, നിർഭയ നിശ. നിർഭയ നിശയാണ് രാത്രി പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി. 2024 മികച്ച താരത്തിനുള്ള GV രാജ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? 2024 മികച്ച താരത്തിനുള്ള GV രാജ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സ്, PK ഐശ്വര്യ നൈറ്റ് ബോൾ. മുഹമ്മദ് അഫ്സൽ അത്ലറ്റിക്സിലും PK ഐശ്വര്യക്കും നൈറ്റ് ബോളിലുമാണ് 2024 മികച്ച താരത്തിനുള്ള GV രാജ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം. രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ സയൻസ്, ഗണിതം തുടങ്ങിയ മറ്റു വിഷയങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ സയൻസ്, ഗണിതം തുടങ്ങിയ മറ്റ് വിഷയങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കേരളം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ സയൻസ്, ഗണിതം തുടങ്ങിയ മറ്റ് വിഷയങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് സ്പോർട്സ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം. കേരള സർക്കാർ ജവാൻ റമ്മിന് ശേഷം പുതുതായി വിപണിയിൽ എത്തിക്കുന്ന ബ്രാൻഡിൻ്റെ പേര് എന്താണ്? കേരള സർക്കാർ ജവാൻ റമ്മിന് ശേഷം പുതുതായി വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മലബാർ മിസ്റ്ററി. മലബാർ മിസ്റ്ററിയാണ് കേരള സർക്കാർ ജവാൻ റമ്മിന് ശേഷം പുതുതായി വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡ്. വന്ദേ മാതരത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം ആകെ ദൈർഘ്യം എത്രയാണ്? വന്ദേ മാതരത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം ആകെ ദൈർഘ്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 3 മിനിറ്റ് 10 സെക്കൻഡ്. 3 മിനിറ്റ് 10 സെക്കൻഡാണ് വന്ദേ മാതരത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം ആകെ ദൈർഘ്യം. സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, വളാന്തോട്. മലപ്പുറം ജില്ലയിലെ വളാന്തോടിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ സ്ഥാപിതമായത്.
രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, എഴുകോൺ. കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. 2026 ജനുവരി വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? 2026 ജനുവരി വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മലപ്പുറം. മലപ്പുറമാണ് 2026 ജനുവരി വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസ പ്രകടനത്തിന്റെ വേദി എവിടെയാണ്? വ്യോമസേനയുടെ വായുശക്തി 2026ന്റെ അഭ്യാസ പ്രകടന വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, പൊഖ്റാൻ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ പൊഖ്റാനിലാണ് വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസ പ്രകടനം നടക്കുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഷൻ 2031 അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഷൻ 2031 അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഷൻ 2031 അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദി. ഇന്ത്യയിലെ ആദ്യ സമർപ്പിത ഡ്രോൺ എയർബേസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സമർപ്പിത ഡ്രോൺ എയർബേസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയിലെ ആദ്യ സമർപ്പിത ഡ്രോൺ എയർബേസ് സ്ഥാപിതമാകുന്നത്. കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ്? കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെരുമ്പളം പാലം. പെരുമ്പളം പാലമാണ് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം. ലോക സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ 2026 ജനുവരിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങൾ. ലോക സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ 2026 ജനുവരിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങൾ. ആൻസർ ഓപ്ഷൻ എ, പട്ന പക്ഷി സങ്കേതം, ചരിദണ്ഡ്. ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതവും ഗുജറാത്തിലെ ചരിദണ്ഡുമാണ് ലോക സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ 2026 ജനുവരിയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നില ഹെറിറ്റേജ് മ്യൂസിയം. നില ഹെറിറ്റേജ് മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം. 79ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ. 79ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സർവീസസ്. സർവീസസ് ആണ് 79ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി ഏതാണ്? കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, രക്ഷാകവചം. രക്ഷാകവചമാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി. കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജി ആരാണ്? കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജി. ആൻസർ ഓപ്ഷൻ ഡി, തന്യനാഥൻ. തന്യനാഥനാണ് കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജി.